ഇറാന്റെ കപ്പൽ ആക്രമിച്ച അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്ത IRGC യുദ്ധത്തിന്റെ ദിശ തീരുമാനിക്കുന്ന തരത്തിലേക്ക് വളർന്നോ എന്ന് സംശയിക്കുകയാണ് പ്രതിരോധ വിദഗ്ധർ. സമാധാനത്തിലേക്കല്ല അമേരിക്കയും ഇസ്രായേലും പോകുന്നത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഇറാൻ അടുത്ത ആക്രമണ തരംഗത്തിന് അഥവാ വേവ് ഓഫ് അറ്റാക്കിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് തോന്നിക്കുന്നതാണ് US പടക്കപ്പലിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം. അമേരിക്കയുടെ പുകൾബെറ്റ യുദ്ധക്കപ്പലുകളായ USS ജെറാൾഡ് ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ, USS ട്രിപ്പോളി തുടങ്ങി ഫ്രിഗേറ്റ് വിഭാഗത്തിൽപ്പെട്ട കപ്പലുകൾക്ക് വരെ ഇറാന്റെ ഡ്രോൺ ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇറാന്റെ പുതിയ നീക്കത്തിനിടെയാണ് അത്യാധുനിക അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തതിന് പിന്നിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടായെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ വിറപ്പിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഭീമാകാരമായ മിസൈലുകളല്ല, മറിച്ച് മാൻപാഡ്സ് എന്ന ചെറിയ ആയുധങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ചുമലിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ഗ്രനേഡ് ലോഞ്ചറുകളുടെ പരിഷ്കരിച്ച ലോഞ്ചറുകളാണ് മാൻപാഡുകൾ. മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നതിന്റെ ചുരുക്കപ്പേരാണ് മാൻപാഡ്സ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ ടാങ്കുകളെ ഉക്രൈൻ സൈനികർ തകർത്തത് മാൻപാഡുകൾ ഉപയോഗിച്ചാണ്. ഇത്തരത്തിൽ ചൈനയുടെ നിശബ്ദ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാകും. അമേരിക്കയുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളായ F-15E, A-10 തുടങ്ങി വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. ഇതിനു പുറമെ ശത്രുവിന്റെ റഡാർ കണ്ണുകളിൽപ്പെടാത്ത 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35 ലൈറ്റിനിങ് വരെ ഇറാന്റെ വെടിയേറ്റു. മാത്രമല്ല, അവയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടു. സൗദി അറേബ്യയിൽ വെച്ച് ഒരു വിമാനം തകർക്കുകയും 5 എണ്ണത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിലൂടെ അമേരിക്കയുടെ ദീർഘദൂര വ്യോമ ദൗത്യങ്ങളുടെ നട്ടെല്ലാണ് ഇറാൻ തകർത്തത്. $100 കോടി വിലമതിക്കുന്ന അമേരിക്കയുടെ പറക്കുന്ന റഡാർ എന്നറിയപ്പെടുന്ന E-3 സെൻട്രി അവാക്സ് വിമാനം തകർക്കപ്പെട്ടതും വലിയ ആഘാതമായി. ഇതെല്ലാം പതിറ്റാണ്ടുകളായി ആഗോള വ്യോമസേനകളിൽ അമേരിക്ക പുലർത്തിയിരുന്ന ആധിപത്യത്തിന് ഇറാൻ നൽകിയ കനത്ത തിരിച്ചടിയാണ്. ഇതിനെല്ലാം പുറകിൽ ഇറാന് ചൈനയുടെ സഹായം കിട്ടിയെന്നാണ് ഇപ്പോൾ വെളിവാകുന്നത്. ചൈന അവരുടെ പങ്ക് നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് മറിച്ചാണ്. ഏകദേശം 1000-ലധികം അത്യാധുനിക മാൻപാഡ്സ് ഇറാനിലേക്ക് എത്താൻ പോകുന്നുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങൾ വഴി റീറൂട്ട് ചെയ്താണ് ഇവ ഇറാനിലെത്തുന്നത്. ചൈനീസ് നിർമ്മിത QW2, QW18 എന്നീ മോഡലുകൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പ്രതിരോധം ദുർബലമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം മറിച്ചാണ് എന്നതാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കരയുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ അത് വൻ നാശമുണ്ടാക്കുമെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കരസേനയ്ക്ക് പിന്തുണ നൽകാനായി അമേരിക്കൻ വിമാനങ്ങൾ താഴ്ന്നു പറക്കേണ്ടി വരുമ്പോൾ മലയിടുക്കുകളിൽ ഒളിച്ചിരിക്കുന്ന മാൻപാഡ്സ് ധാരികളായ സൈനികർക്ക് അവ എളുപ്പത്തിൽ പ്രയോഗിക്കാനാകും. സാധാരണയായി ഉയരത്തിൽ പറന്ന് ബോംബിടുന്ന അമേരിക്കൻ വിമാനങ്ങൾക്ക് ഈ താഴ്ന്ന പറക്കൽ മാരക കെണിയാകും. ചൈനയുടെ തന്ത്രപരമായ ഈ നീക്കങ്ങളെ പിന്തിരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനിലേക്ക് ആയുധം വിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ 50% അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഷീ ജിൻപിങ്ങിന് ട്രംപ് കത്തയച്ചുവെങ്കിലും ചൈന തിരശ്ശീലയ്ക്ക് പിന്നിലൂടെ ഇറാനെ സഹായിക്കുന്നത് തുടരുകയാണ് എന്ന് വ്യക്തം. ഇറാൻ അമേരിക്ക സംഘർഷം വെറുമൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ആഗോള വൻ ശക്തികളുടെ പരീക്ഷണശാലയായി മാറുകയാണ്. ആകാശത്ത് അമേരിക്കയ്ക്ക് മേധാവിത്വമുണ്ടെങ്കിലും കരയിൽ നിന്ന് തൊടുക്കുന്ന ചെറിയ മിസൈലുകൾ ആ മേധാവിത്വത്തെ നിലം പരിശാക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇറാനെയും റഷ്യയെയും കടൽ വഴി ബന്ധിപ്പിക്കുന്ന കാസ്പിയൻ കടൽ വഴിയും ഇറാന് സഹായം എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലോക ശ്രദ്ധ ഇറാനിലേക്ക് നീങ്ങിയപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ നിരവധി സംഭവങ്ങളാണ്. പക്ഷേ ഈ ശ്രദ്ധ തെറ്റലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണ് ഉത്തര കൊറിയ. കൊടും നാശം വിതയ്ക്കുന്ന പുത്തൻ മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അവർ. വലിയൊരു പ്രദേശത്തെ ഒന്നാകെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച അത്യാധുനിക ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഞായറാഴ്ച ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചു. ഉത്തര കൊറിയ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് പുതിയ മിസൈൽ പരീക്ഷണം എന്നതും ശ്രദ്ധേയം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നേരിട്ടെത്തി പരീക്ഷണത്തിന് സാക്ഷിയായി. ഏപ്രിൽ മാസത്തിൽ മാത്രം ഉത്തര കൊറിയ നടത്തുന്ന 4ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ് ഇത്. ഈ വർഷത്തെ 7ാമത്തേതും.
ഹോ സോങ്ഫോ ലെവൻറ എന്ന് പേരിട്ടിരിക്കുന്ന കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് പരീക്ഷിച്ചിരിക്കുന്നത്. 5 മിസൈലുകൾ 136 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതായി ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. സാധാരണ മിസൈലുകൾ ഒരു സ്ഥലത്ത് മാത്രം നാശം വിതയ്ക്കുമ്പോൾ ക്ലസ്റ്റർ മിസൈലുകൾ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ചെറിയ ബോംബുകളായി ചിതറി വീഴും എന്നതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരേ സമയം ചിതറി വീഴുന്ന ഈ ബോംബുകളെ തടഞ്ഞു നിർത്താൻ അമേരിക്കയുടെയോ ദക്ഷിണ കൊറിയയുടെയോ പാട്രിയറ്റ് താഡ് പോലുള്ള ആന്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ശത്രുക്കളുടെ സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും. ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളുടെയും ഫ്രാഗ്മെന്റേഷൻ മൈനുകളുടെയും പ്രഹരശേഷി പരിശോധിക്കുകയായിരുന്നു ഈ പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ അമേരിക്ക ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഉത്തര കൊറിയ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ ശ്രദ്ധ മുഴുവനും ഇറാനിലായതിനാൽ തങ്ങളുടെ ആണവശക്തിയും മിസൈൽ ശേഷിയും നവീകരിക്കുന്നതിനുള്ള സുവർണാവസരമായാണ് ഉത്തര കൊറിയ ഇതിനെ കാണുന്നത് എന്ന് ക്യുംനാം സർവകലാശാലയിലെ പ്രൊഫസർ ലിങ് യുൾ ചുൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്കെതിരെ UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ ലംഘനമാണ് എന്നാണ് ദക്ഷിണ കൊറിയയുടെ ആരോപണം. എന്നാൽ UN-ന്റെ നിരോധനം നിലനിൽക്കെയും ഇതെല്ലാം നിരസിച്ച് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുകയാണ്. UN സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണ് എന്നാണ് ഉത്തര കൊറിയയുടെ നിലപാട്. തുടക്കത്തിൽ ഈ മിസൈൽ പരീക്ഷണം ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും അമ്പരപ്പിച്ചിരുന്നു. സിംബോ തീരത്ത് നിന്നുള്ള വിക്ഷേപണമായതിനാൽ ഇത് അന്തർവാഹിനിയിൽ നിന്നുള്ള ആക്രമണമാണോ എന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം സംശയിച്ചു. എന്നാൽ ഇത് കരയിൽ നിന്ന് തൊടുത്ത പരീക്ഷണമാണ് എന്ന് ഉത്തര കൊറിയ പിന്നീട് വ്യക്തമാക്കി. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ഏത് സാഹചര്യത്തിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു കിമ്മിന്റെ ലക്ഷ്യം. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ വഴിമുട്ടിയതിന് പിന്നാലെ ആണവായുധങ്ങൾക്ക് പുറമെ ഇത്തരം ഹ്രസ്വദൂര തന്ത്രപ്രധാന ആയുധങ്ങളുടെ പരീക്ഷണവും ഉത്തര കൊറിയ വ്യാപകമാക്കിയിരിക്കുകയാണ്. കൊറിയൻ ഉപദ്വീപിൽ കിമ്മിന്റെ ഈ പുതിയ നീക്കം വലിയ യുദ്ധഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കിം ജോങ് ഉൻ ഇപ്പോൾ പുലർത്തുന്ന തന്ത്രപരമായ മൗനം ലോകം ഗൗരവത്തോടെയാണ് കാണുന്നതും. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് ഉത്തര കൊറിയ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ വ്ളാഡിമിർ പുടിനുമായി കൈകോർത്ത കിം റഷ്യയിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും അയക്കുന്നതിലൂടെ പകരമായി അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയാണ് ലക്ഷ്യമിടുന്നത്. ഈ സൈനിക സഖ്യം കിമ്മിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് ഉത്തര കൊറിയയെ തളയ്ക്കാനാകില്ല എന്ന് കിം ജോങ് ഉൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് അതിവേഗം വർദ്ധിക്കുന്ന ഈ ആണവശേഷി ലോകം ആശങ്കയോടെയാണ് കാണുന്നത്. ഇനി ഇറാൻ US യുദ്ധത്തിലേക്ക് വന്നാൽ US-ഉം ഇസ്രയേലും അടങ്ങുന്ന സഖ്യസേന ഇറാനിലും ലെബനനിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വലിയ അളവിൽ കെട്ടടങ്ങിയിരുന്നു. പക്ഷേ ട്രംപ് ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയതോടെ ലോകം ആശങ്കയിലാണ്. ഇറാനും ലെബനാനിലുമായി 1000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലക്ഷത്തോളം കെട്ടിടങ്ങൾ നിലം പതിച്ചു. ലെബനനിൽ മാത്രം 1.5 ദശലക്ഷം പേർ ആഭ്യന്തര പലായനത്തിന് നിർബന്ധിതരായി. ഉപരോധത്തിന്റെ ആഘാതത്തിനിടയിലും ഇറാൻ സ്വന്തമാക്കിയ ഊർജ്ജ നിലയങ്ങൾ ഉൾപ്പെടെ സഖ്യസേന തകർത്തു. എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം ആർക്കും പണയം വെക്കില്ലെന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ ഒരു ഇഞ്ച് പോലും പിന്നാക്കം പോയില്ല എന്നതാണ് ആ രാജ്യത്തിന്റെ ശക്തിയും അവർ ലോകത്തിന് നൽകുന്ന സന്ദേശവും.